ഒരു പെൺകുട്ടിയുടെ ആത്മാവിനെ പേടിച്ച് ഒരു പ്രമുഖ ഇന്ത്യൻ റെയിൽവേ സ്റ്റേഷൻ മുഴുവനായി 42 വർഷത്തോളം അടച്ചിട്ടു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? റെയിൽവേ മാപ്പിൽ നിന്ന് പോലും മായ്ക്കപ്പെട്ട, ഇന്നും വൈകുന്നേരം 5 മണി കഴിഞ്ഞാൽ ആളുകൾ നിൽക്കാൻ ഭയക്കുന്ന ആ സ്റ്റേഷന്റെ കഥയാണിത്. ഭാരതത്തിലെ ഏറ്റവും ഭീകരമായ ബെഗുൻകോദർ റെയിൽവേ സ്റ്റേഷന്റെ നിഗൂഢതകളിലേക്ക് നമുക്കൊന്ന് പോകാം. 1960കളിൽ പശ്ചിമ ബംഗാളിലെ പുരുലിയ ജില്ലയിലാണ് ഈ സ്റ്റേഷൻ നിർമ്മിച്ചത്. തുടക്കത്തിൽ എല്ലാം സാധാരണമായിരുന്നു. എന്നാൽ 1967 നടന്ന ഒരു സംഭവം എല്ലാം മാറ്റിമറിച്ചു. ഒരു തണുപ്പുള്ള രാത്രി പശ്ചിമ ബംഗാളിലെ പുരുലിയ ജില്ലയിലുള്ള വിജനമായ ബെഗുൻകോദർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അന്നത്തെ സ്റ്റേഷൻ മാസ്റ്റർ തൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞ് ക്വാർട്ടേഴ്സിലേക്ക് നടക്കുകയായിരുന്നു. ദൂരെ നിന്ന് ഒരു ട്രെയിനിൻ്റെ വിസിൽ ശബ്ദം കേട്ടു. പെട്ടെന്നാണ് പാളത്തിന് മുകളിലൂടെ ഒരു രൂപം നീങ്ങുന്നത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. മങ്ങിയ നിലാവെളിച്ചത്തിൽ അദ്ദേഹം ആ കാഴ്ച വ്യക്തമായി കണ്ടു. വെളുത്ത സാരി ധരിച്ച ഒരു സ്ത്രീ രൂപം. പക്ഷേ അദ്ദേഹത്തെ നടുക്കിയത് മറ്റൊന്നായിരുന്നു. ആ രൂപം നടക്കുകയല്ല, മറിച്ച് പാഞ്ഞു വരുന്ന ട്രെയിനിനേക്കാൾ വേഗത്തിൽ പാളത്തിലൂടെ ഓടുകയായിരുന്നു. കണ്ണൻ ചിമ്മിക്കുന്ന വേഗതയിൽ ആ രൂപം തൻ്റെ നേരെ വരുന്നത് കണ്ട സ്റ്റേഷൻ മാസ്റ്റർ ഭയന്നു വിറച്ച് അവിടെ തന്നെ ബോധരഹിതനായി വീണു. ദിവസങ്ങൾക്കുള്ളിൽ ആ സ്റ്റേഷനെ നടുക്കിക്കൊണ്ട് മറ്റൊരു വാർത്ത പുറത്തു വന്നു. ആ സ്റ്റേഷൻ മാസ്റ്ററെയും കുടുംബത്തെയും അവരുടെ ഔദ്യോഗിക വസതിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ആ മരണങ്ങൾക്ക് പിന്നിലെ കാരണം ആർക്കും കണ്ടെത്താനായില്ല. അത് വെറുമൊരു തുടക്കം മാത്രമായിരുന്നു. പിന്നീട് അവിടെ ചാർജ് എടുത്ത ഓരോ ഉദ്യോഗസ്ഥനും ഭയത്തോടെയല്ലാതെ ഒരു രാത്രി പോലും അവിടെ കഴിച്ചുകൂട്ടിയിട്ടില്ല. രാത്രിയിൽ ആ രൂപം പ്ലാറ്റ്ഫോമിൽ നൃത്തം ചെയ്യുന്നതായും പാളത്തിലൂടെ ഓടുന്നതായും പലരും കണ്ടു. ഭീതി പടർന്നതോടെ ആ വഴി പോകുന്ന ട്രെയിനുകളിലെ ഡ്രൈവർമാർ സ്റ്റേഷൻ എത്തുന്നതിന് മുൻപേ വേഗത കൂട്ടി കണ്ണ് ചിമ്മാതെ ട്രെയിൻ ഓടിച്ചു വിടുമായിരുന്നു. പേടിച്ചു വിറച്ച യാത്രക്കാർ ട്രെയിനിൻ്റെ ജനലുകളും വാതിലുകളും വരിഞ്ഞു മുറുക്കി അടച്ചു. ഒടുവിൽ മരണഭയം കാരണം ഒരു ജീവനക്കാരൻ പോലും അവിടെ ജോലി ചെയ്യാൻ തയ്യാറാകാതെ വന്നതോടെ 1967 ഇന്ത്യൻ റെയിൽവേ ആ സ്റ്റേഷൻ ഔദ്യോഗികമായി അടച്ചുപൂട്ടി. 1990കളുടെ അവസാനത്തിൽ ഗ്രാമവാസികൾ ഒരു കമ്മിറ്റി രൂപീകരിച്ച് റെയിൽവേ സ്റ്റേഷൻ വീണ്ടും തുറക്കാൻ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടു. 2007 ഗ്രാമവാസികൾ അന്നത്തെ റെയിൽവേ മന്ത്രി ശ്രീമതി മമതാ ബാനർജിക്കും CPM നേതാവ് ബസുദേവ് ആചാര്യയ്ക്കും കത്തെഴുതി. അവർ പുരുലിയയിൽ നിന്നുള്ളവരും അക്കാലത്ത് റെയിൽവേയെക്കുറിച്ചുള്ള പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗവുമായിരുന്നു. അവിടെ നിയമിക്കപ്പെടാതിരിക്കാൻ റെയിൽവേ ജീവനക്കാർ കഥ കെട്ടിച്ചമച്ചതാണെന്ന് ആചാര്യ പറഞ്ഞു. അടുത്ത 42 വർഷം ഈ സ്റ്റേഷൻ ഇന്ത്യൻ റെയിൽവേ ഭൂപടത്തിൽ ഒരു പ്രേത സ്റ്റേഷനായിട്ടാണ് അറിയപ്പെട്ടത്. ആരും അങ്ങോട്ട് പോകാൻ ധൈര്യപ്പെട്ടില്ല. കെട്ടിടങ്ങൾ നശിക്കുകയും പ്രദേശം കാടുപിടിക്കുകയും ചെയ്തു. ഒടുവിൽ 2009 ഓഗസ്റ്റിൽ ശ്രീമതി മമതാ ബാനർജി ഈ സ്റ്റേഷൻ വീണ്ടും തുറന്നു. 10 ട്രെയിനുകൾ ഇവിടെ പതിവായി നിർത്താറുണ്ടെങ്കിലും ഇന്നും വൈകുന്നേരം 5 മണി കഴിഞ്ഞാൽ റെയിൽവേ ജീവനക്കാരോ യാത്രക്കാരോ ഈ സ്റ്റേഷന്റെ പരിസരത്ത് നിൽക്കാറില്ല എന്നതാണ് സത്യം. എന്നാൽ ഈ പ്രേതകഥകൾക്ക് പിന്നിൽ മറ്റൊരു വശമുണ്ടെന്ന് യുക്തിവാദികൾ ചൂണ്ടിക്കാട്ടുന്നു. ബെഗുൻകോദർ സ്റ്റേഷൻ ഒരു കുഗ്രാമത്തിലായതിനാൽ അവിടെ ട്രെയിനുകൾ നിർത്തുന്നത് ലാഭകരമായിരുന്നില്ല. അതുകൊണ്ട് സ്റ്റേഷൻ അടച്ചുപൂട്ടാൻ അധികൃതർ തന്നെ കെട്ടിച്ചമച്ച കഥയാണിതെന്ന് ചിലർ വിശ്വസിക്കുന്നു. കൂടാതെ രാത്രികാലങ്ങളിൽ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് കള്ളക്കടത്തും മറ്റ് അനാശാസ്യ പ്രവർത്തനങ്ങളും നടത്തിയിരുന്ന ചില പ്രാദേശിക സംഘങ്ങൾ ആളുകളെ അകറ്റി നിർത്താൻ പരത്തിയ കിംവദന്തികളാണ് ഈ പ്രേതബാധയെന്നും പറയപ്പെടുന്നു. സത്യം എന്തുതന്നെയായാലും 42 വർഷത്തെ ആ നിശബ്ദത ഇന്നും ഒരു നിഗൂഢതയായി അവശേഷിക്കുന്നു. നിങ്ങൾ ഇതിൽ വിശ്വസിക്കുന്നുണ്ടോ? അതോ വെറുമൊരു കെട്ടുകഥയായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ.
ഇതുപോലെ പ്രേതബാധയുള്ള സ്ഥലങ്ങൾ നിങ്ങൾക്കറിയാമെങ്കിൽ അതെവിടെയാണെന്ന് താഴെ കമൻറ്റ് ചെയ്തോളൂ. ഇതുപോലുള്ള മൈൻഡ് ബ്ലോയിങ് ഫാക്ട്സിനായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.